എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തീയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ഉള്ളി തീയൽ മാത്രം മതി ചോറിന് കറിയായിട്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു തീയൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുഴുവനെയുള്ള മല്ലി, മുളക്, ഉലുവ, ചെറിയ ഉള്ളി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. മുഴുവനെയുള്ള മല്ലി നമ്മൾ അളവൊക്കെ വഴിയെ പറയുന്നതാണ്. പിന്നെ അരമുറി തേങ്ങ തിരിങ്ങിയത്, പിന്നെ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി. ഞാനിവിടെ 200 ഗ്രാം ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി അല്ലെങ്കിൽ പിഴുപുളി വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുഴുവനുള്ള മല്ലി, അതുപോലെ തന്നെ 4-5 വറ്റൽമുളക്, എരിയുള്ള വറ്റൽമുളകാണ്. അതുകൂടാതെ ഒരു 20 ഉലുവ, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറു തീയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ മൂക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇത് മൂത്ത് കിട്ടും. ഇനി നിങ്ങൾ പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വഴിയെ പറയുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ തിരികത് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് ഒരേപോലെ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. വറക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തീയൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു മണമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് ചെറു തീയിലിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങയിൽ തന്നെ ആവശ്യത്തിന് എണ്ണയുണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേറെ എങ്ങും പോരുത്. അവിടെ നിന്ന് തന്നെ ഇത് ഇടവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ഒരുപാട് കുറയും വേണ്ട, മീഡിയം ഫ്ലെയിം മതി. ഒരു 10-15 മിനിറ്റ് വേണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പൊടികളാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരുപാടങ്ങ് തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിൽ വേണം അരിയാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഞാൻ ഒരു എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാന്നുണ്ടെങ്കിൽ 2-3 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയാണ് ഈ ഒരു ഉള്ളി എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മളുടെ തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിത് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. വെള്ളം തൊടാതെ അരച്ചെടുക്കാൻ ഒരു പാടുമില്ല മിക്സിയിൽ. കുറച്ച് സമയം ഇത് കൂടുതൽ അരക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ വെള്ളം തൊട്ടിട്ട് തീയൽ ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വെള്ളം തൊടാതെ തന്നെ അരയ്ക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതിനു മുൻപ് നമ്മളൊരു കൊഞ്ച് തീയലും അതുപോലെ ഒരു നോർമൽ തീയലും ഇതിനു മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തീയലിൻ്റെ സ്പെഷ്യാലിറ്റി പിഴുപുളി ചേർക്കുമ്പോൾ തന്നെയാണ്. നിങ്ങൾക്ക് വാളൻപുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയും എടുക്കാവുന്നതാണ്. തക്കാളി എടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പുളിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
മുഴുവനേ ഉള്ള മല്ലിയും മുളകും ചേർത്ത് അരയ്ക്കുമ്പോഴാണ് തീയലിന് ആ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുക. മുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ച് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുത്തത് നന്നായിട്ട് വറ്റിച്ച് എടുക്കുക. ഞാനിവിടെ കുറച്ചധികം വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു അടിപൊളി ടേസ്റ്റ് ഈ ഒരു തീയലിന് കിട്ടുക. കുറച്ച് വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് കൂടുതൽ വെള്ളം വെച്ചിട്ട് അത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് ഈ ഒരു തീയൽ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ സാധാരണ തീയലിൽ അങ്ങനെ കടുക് വറക്കാറില്ല. പക്ഷേ കടുക് വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ കടുക് വറുക്കുമ്പോൾ ചെറിയ ഉള്ളി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് ഈ ഒരു തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കടുക് വറുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്